now shines for all to see. Your name is victory. All praise will rise to Christ our King. All name, your name is victory. All praise will rise to Christ our King. The fear that held us now gives way to Him who knows our peace. His final breath upon the cross is now alive in me. Your name is victory. All praise will rise to Christ our King. Your name is victory. All praise will rise to Christ our King. By your Spirit I will rise from the ashes of defeat. The resurrected King is resurrecting me. By your name I come alive to declare your victory. The resurrected King is resurrecting me. By your Spirit I will rise from the ashes of defeat. The resurrected King is resurrecting me. In your name I come alive to declare your victory. The resurrected King is resurrecting me. He's resurrecting me. The tomb where soldiers watched in vain was borrowed for 3 days. His body there would not remain. Our God has brought the grave. The tomb where soldiers watched in vain was borrowed for 3 days. His body there would not remain. Our God has robbed the grave. Our God has robbed the grave. Your name is victory. All praise
ദൈവസ്ഥലം നമുക്കിരിക്കാൻ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് പങ്കിടും. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. Praise the Lord. Hallelujah. 30-ാമത്തെ സങ്കീർത്തനം, Psalms 30, verse 5, 5-ാമത്തെ വാക്യം. For his anger is but for a moment, his favor is for a lifetime. And last 2 verses, weeping may last for the night, but a shout of joy comes in the morning. Amen. How powerful word is that. Weeping may last for the night, but a shout of joy comes in the morning. എത്ര വലിയ വീപ്പിങ് ആണേലും നൈറ്റിൽ കൊണ്ട് തീരും, രാവിലെ ഒരു സന്തോഷം വരും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ അവിടെ വായിച്ചത് കരച്ചില് രാത്രിയിൽ പാർക്കും. പക്ഷേ ഒരു പ്രഭാതം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവവചനം വായിക്കുകയും ചില മെസ്സേജുകൾ കേൾക്കുകയും ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട ചില വചനങ്ങളാണ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ദൈവം തമ്പുരാന് ഒരു കാര്യം തീരുമാനിച്ചാൽ, ദൈവദാസൻ പറഞ്ഞല്ലോ, വാഗ്ദത്തം ദൈവം തന്നാൽ അതിനെ തടയാൻ പിശാചിനെ കൊണ്ട് കഴിയത്തില്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലിനോട് സാത്താൻ ഇത്ര വലിയ എതിരെന്താണ്? വൈ സേറ്റൻ ഹേറ്റ്സ് ഇസ്രായേൽ? The reason എന്ന് പറയുന്നത്, the word of God was delivered, was given through them. The promised Messiah was given through them. ദൈവവചനവും യേശുക്രിസ്തുവിനെയും തന്നത് ആ ജാതിയിലൂടെയാണ്. അതുകൊണ്ടാണ് പിശാചിന് അവരുടെ എതിരും. ഇനി നടക്കാൻ പോകുന്ന ഒരു റെമനന്റ് രക്ഷിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ഇസ്രായേലിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് ഒരു പ്രോമിസും ഇസ്രായേലിലൂടെ നടക്കാതിരിക്കാൻ പിശാച് ലോകരാജ്യങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നാസി ഗവൺമെൻറ് ഹോളോകോസ്റ്റിലൂടെ 10,000-കണക്കിന് യഹൂദന്മാരെ കൊന്നു മുടിക്കുവാൻ ശ്രമിച്ചെങ്കിലും വാഗ്ദത്തം ഇന്നും നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുരിശ് യുദ്ധങ്ങളിലൂടെയും അറബി രാജ്യയുദ്ധങ്ങളിലൂടെയും ഇസ്രയേലിനെ തകർക്കാനായി മുഴുവൻ ആളുകളും ശ്രമിച്ചു. ഇറാൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ അവരെ മുടിച്ചു കളയാം. സങ്കീർത്തനത്തിലെ അതേ വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. 6 ദിവസം കൊണ്ട് നടന്ന ഒരു വലിയ യുദ്ധങ്ങളുടെ ആരംഭമായിരുന്നു. സ്തോത്രം. 10,000-കണക്കിന് യഹൂദന്മാർ നശിച്ചെങ്കിലും ഇന്നും ഭൂമിയിൽ ആ വംശം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിന് മുമ്പിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നെതന്യാഹു എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നാൽ ഇസ്രയേലില്ല. യുദ്ധം നിർത്തേണ്ടത് അറബ് രാജ്യങ്ങളാണ്. സ്തോത്രം. എന്ന് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു, അന്ന് ഇസ്രയേലില്ല. ആ സ്തോത്രം. അവൻ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ ജാതിയെ റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അല്പനാളത്തേക്ക് ആ ജാതിയെ ദൈവം തള്ളിക്കളഞ്ഞത് ആമേ സ്തോത്രം നമ്മുടെ ഉദ്ധാരണത്തിനായി മാറി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നേക്കും ആ ജാതിയെ അവൻ തള്ളിക്കളയുമോ? ഇല്ല എന്ന് അദ്ദേഹം തന്നെ
റോമാലേഖനത്തിൽ ആമേൻ നമ്മോട് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ അടുത്ത 3-4 ദിവസം ഇസ്രായേലിനെ കുറിച്ചും ദൈവവചനത്തെ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറ്റ്ലാന്റയിൽ ഒരു ബൈബിൾ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ബന്ധത്തിൽ അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം ദൈവം തമ്പുരാന്റെ വാഗ്ദത്തങ്ങൾ ദൈവദാസൻ എന്ന് പറഞ്ഞതുപോലെ എത്ര ഉണ്ടെങ്കിലും ഇല്ലെന്നല്ല, അത് ഉവ്വെന്നാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് വിശ്വസിക്കാം, ഈ കരച്ചിലെല്ലാം രാത്രി കൊണ്ട് തീരും. 11:59 വരെ 11:59 വരെ കരയത്തുള്ളൂ. 12 മണിയാകുമ്പോൾ ഒരു ജയം നമുക്ക് ദൈവം തരും. സ്തോത്രം. ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ അർദ്ധരാത്രി അല്ലെങ്കിൽ പ്രഭാതം തുടങ്ങുമെന്നാണ് ആമേൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞത്. സ്തോത്രം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മതി. എന്നാൽ അർദ്ധരാത്രിയിൽ അവര് പകലും മുഴുവനും രാത്രി 11:59 വരെ they were under strong bondage. They were under shackles and chains. അവരെ ആരും രക്ഷിക്കാനില്ലാതെ അവരിരുന്നു. But what they did do? അവരെന്താ ചെയ്തത്? They were give thanks and praising God to God. While they were praising God, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ 11:59 ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ ആ ജയിലിൻ്റെ അകത്ത് ദൈവം ഇറങ്ങി. അവിടം തൊട്ട് വിടുതലാണ്. ജയിൽ സൂപ്രണ്ടിനും അർദ്ധരാത്രിയായിരുന്നു. അദ്ദേഹം വാളെടുത്തു കൊല്ലാൻ അർദ്ധരാത്രി. എന്നാൽ താനും തൻ്റെ വീട്ടുകാരും സ്നാനപ്പെട്ട് മുന്നോട്ട് വരത്തക്കവണ്ണം ആ രാവിലെ ദൈവം ഒരു വഴി തുറന്നു. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിയിൽ ദൈവം തമ്പുരാൻ പ്രിസണിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. ദൈവം കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിസ്ഥാനം കുലുങ്ങും, പിന്നെ വാതിലുകൾ തുറക്കും, പിന്നെ ചങ്ങലകൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങളുടെ കൺട്രോൾ ഈ 2024 ഡിസംബർ 1-ാം തീയതി ദൈവം തമ്പുരാൻ ഏറ്റെടുത്താൽ എന്റെ മാത്രമല്ല നിങ്ങളുടെയും ചങ്ങല ഇന്ന് രാവിലെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഫൗണ്ടേഷൻ കുലുക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഫൗണ്ടേഷൻ കുലുക്കിയാൽ അതിനകത്ത് താമസിക്കുന്നവരും കുലുക്കും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പിശാച് ടൈറ്റൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിനും ഇന്ന് രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ അത് തെറിച്ചു പോകും. ഹല്ലേലൂയ. സ്തോത്രം. സാധാരണ ദീർഘകാലം ലോങ് ഇയേഴ്സ് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ജയിലിൻ്റെ ഡോറ് തുറന്നാൽ എന്തുവാ തോന്നുന്നത്? ചങ്ങലയും പോയി, ജയിലിൻ്റെ ഡോറും തുറന്നു, അവരവിടെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അവരെന്തോ ചെയ്യും? ഇറങ്ങി ഓടിപ്പോവും. പക്ഷെ ഈ ജയിലിന്റെ ഡോറ് തുറന്നിടക്കുകയും ചങ്ങല അഴിഞ്ഞിടക്കുകയും ഒരൊറ്റ തടവ് പുള്ളി ഇറങ്ങിപ്പോയില്ല. അത് ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. കാരണം കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. സ്തോത്രം. ആമേൻ. ആർക്കും ഇറങ്ങിപ്പോകാൻ ഒക്കത്തില്ല. അതുപോലെയുള്ള ദൈവികമായ പ്രസൻസിൽ ദൈവം അവരെ കൺട്രോൾ ചെയ്യുകയാണ്. സ്തോത്രം. യുദ്ധം ദൈവം ചെയ്യാൻ തുടങ്ങിയാൽ പകുതിക്കിടത്തില്ല ദൈവം. അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ജയിൽ സൂപ്രണ്ടിന് പോലും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചത്. സകല മനുഷ്യരും ഓടിപ്പോയി. എന്നാൽ പൗലോസിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു.
തനിക്ക് മനസ്സിലായി ഈ ജയിലിൽ ദൈവം ഇറങ്ങി. സ്തോത്രം. ഈ ജയിലിൽ ദൈവം ഇറങ്ങി. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അബദ്ധം കാണിക്കരുത്. ആരും ഓടിപ്പോയിട്ടില്ല, ഓടിപ്പോകത്തുമില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. കൺട്രോൾ ദൈവം ഏറ്റെടുത്തു. ദൈവത്തിന്റെ മക്കളെ, നമ്മക്കടെ ആമേൻ അർദ്ധരാത്രി കഴിയാറായി. നമ്മുടെ വീട്ടിലെ നിലവിളി തീരാറായി. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നത് 11:59 ഈസ് ഓവർ. ഹല്ലേലൂയ. 12 AM എന്ന് പറഞ്ഞാൽ അത് അർദ്ധരാത്രിയല്ല, അത് നിലവിളി മാറുന്ന പ്രഭാതമാണ്. ഗ്ലോറി 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 ഗ്ലോറി. എന്റെയും നിങ്ങളുടെയും ഭാരം ദൈവം മാറ്റി. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഒരു ഡെലിവറൻസ് നമുക്ക് തരാൻ പോകുന്ന ഒരു 12 മണിക്ക് 12 AM ഇന്ന് രാവിലെ എൻ്റെ മുമ്പിലുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേര് ഇന്ന് രാവിലെ ഉണ്ട്? ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന്റെ പ്രവൃത്തി നടന്നാൽ കൺട്രോള് ദൈവമാണ് ഏറ്റെടുത്തത്. ആന്ധ്രയില് ഒരു ജയിൽ ഒരിക്കൽ ഞങ്ങൾ സന്ദർശിച്ചു. അപ്പം ജയിൽ സന്ദർശിക്കുന്നതിന് മുമ്പ് ജയിൽ വാർഡന്റെ ക്വാർട്ടേഴ്സിൽ പോയി. ആന്ധ്രാക്കാരനായ ഒരു മനുഷ്യനും ഞാനും കൂടെ പോയി. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു, ഈ ജയിലിൽ 10 മിനിറ്റ് ഒരു പാട്ട് പാടാൻ, പ്രാർത്ഥിക്കാൻ അവസരം തരാമെന്ന്. ആമേ സ്തോത്രപ്പാൻ. ജയിൽ സൂപ്രണ്ടിന്റെ വാതിൽക്ക് 2 പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആമേൻ വന്നത് വന്നു, ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അവൻ വെളിയിലിറങ്ങി നിന്നപ്പോൾ ഈ പാഷ് പറയുകയാണ്, നമുക്കൊന്നിച്ച് കൈ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചോദിക്കാമെന്ന്. അങ്ങനെ കൈ ഓർത്ത് പ്രാർത്ഥിച്ച് രണ്ടാമത് പോയി ചോദിച്ചപ്പോൾ ആമേൻ സ്തോത്രം. ഈ സൂപ്രണ്ട് പറഞ്ഞു, ഈ ഏരിയയിലെങ്ങും വന്നേക്കരുത്, പൊയ്ക്കോണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് തരാം. ഇച്ചിരി മാറി നിന്നിട്ട് ആ പുള്ളി പറയാണ്, ഒന്നുകൂടെ കൈ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. സ്തോത്രം. 3-ാം പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇനി പോകണ്ട, അയാൾ വല്ല ഉപദ്രവിക്കുകയെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു, ഇല്ല നമുക്ക് ഒന്നുകൂടെ എന്തായാലും പോവാന്ന് പറഞ്ഞു. 3-ാമത് ചെന്നപ്പോൾ ഈ സൂപ്രണ്ടിന് പറഞ്ഞു, ആദ്യമേ പറഞ്ഞു തരത്തില്ലെന്ന്. 3-ാമത് പിന്നെയും വന്നില്ലയോ, 5 മിനിറ്റ് തരാം. 5 മിനിറ്റ്. പുള്ളി പറഞ്ഞു, അയ്യോ അത് മതി, 4 മിനിറ്റ് മതി. സ്തോത്രം. ബെല്ലടിച്ചു. അവരുടെ അകത്തൊരു കോൺഫറൻസ് ഹാളുണ്ട്. അവിടെ ആമേ സ്തോത്രം ഞാനൊരു വാക്യം വായിച്ചു. 10 മിനിറ്റ് പ്രസംഗിച്ചു. ഈ പുള്ളി ആന്ധ്ര ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അവസാനം ഞാനൊരു ഓൾട്ടർ കോൾ കൊടുത്തു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ, സമാധാനം വാങ്ങുവാൻ, ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും, നിങ്ങൾക്കൊരു നല്ല ദിവസം ദൈവം തരും എന്നൊക്കെ പറഞ്ഞു. ആര് പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ സൂപ്രണ്ടന്റ് വന്ന് എൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് മുട്ടുകുത്തുകയാണ്. അതാ ദൈവപ്രവൃത്തി എന്ന്. സ്തോത്രം. എന്നോട് പറയുകയാണ്, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ തലയിൽ എനിക്ക് യേശുവിനെ വേണം. സ്തോത്രം. സൂപ്രണ്ട് മുട്ടുകുത്തി കഴിഞ്ഞാൽ പിന്നെ ജയിൽ പുള്ളികൾ മുട്ടുകുത്താതിരിക്കുമോ? 300-ലധികം പേര് അന്ന് ആമൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. പലരും പറഞ്ഞ വായോ ഞാൻ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്, അയ്യോ ഞാൻ ആ കൊലപാതകം ചെയ്തതല്ല, ആക്സിഡന്റിൽ എന്നെ അബദ്ധത്തിന് ഇവിടെ ഇട്ടേക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ജയിലിൽ നിന്ന് എന്നെ പുറത്തു വിടുവാൻ. ആമേ സ്തോത്രം. ജയിലുകളിലും ആശുപത്രികളിലും ഒക്കെ പോകാൻ ദൈവം നമുക്ക് അവസരം തന്നാൽ പോണം. സുവിശേഷിക്കാൻ പറയുന്നത് അവസരങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഈ സൂപ്രണ്ടന്റ് അവസാനം എന്നോട് പറഞ്ഞു, എൻ്റെ മുറി വന്ന് ചായ കുടിച്ചിട്ട് പോകാം. ആൾ മാറിയത് കണ്ടോ? സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ പോലീസുകാരനോട് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ആമേൻ. ഈ പാസ്റ്ററെ എൻ്റെ റൂമിൽ കൊണ്ടുവരണം, ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരണം. അവൻ ക്വാർട്ടേഴ്സിൽ ചെന്ന് അവൻ പോലീസുകാർ 2 അകമ്പടിയോടുകൂടെ പോലീസിനെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ഉഴുന്നുവടയും ചായയും തന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ടയാളാണ്,
പക്ഷേ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് കാതലിക് കോൺവെന്റ് സ്കൂളിലാണ്. അന്ന് ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആ യേശുവിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് ആരോ യേശുവിനെ പുഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു മീറ്റിങ്ങിന് അവസരം തരാതിരുന്ന മനുഷ്യൻ എല്ലാ ആഴ്ചയും അവിടെ പ്രാർത്ഥിക്കാൻ ആ പാസ്റ്ററെ അനുവദിച്ചു. ആമേൻ. ദൈവം കൺട്രോൾ ഏറ്റെടുത്താൽ ജയിലിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ കൺട്രോളും ദൈവത്തിന് ഏറ്റെടുക്കാൻ കഴിയും. എൻ്റെ ഹൃദയത്തിലൂടെ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ കടത്തിവിട്ടതായ ചിന്തയാണ്, എൻ്റെ ലൈഫിൻ്റെ കൺട്രോളും ദൈവം തമ്പുരാൻ്റെ കയ്യിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ കൺട്രോൾ ദൈവം തമ്പുരാനെ ഏറ്റെടുക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മിഡ്നൈറ്റ് 11:59 വരെ ഉള്ളൂ. എന്നാൽ ഒരു 12 AM നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് രാവിലെ തിരിച്ചു പോകുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പോകാം. 12 AM വരാറായി. 12 AM വരാറായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റൂത്ത് ചാപ്റ്റർ 3 വേഴ്സ് 8. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി. സ്തോത്രം. ആമേൻ. നമുക്ക് സ്റ്റോറി അറിയാം. രൂത്ത് ആമേൻ എല്ലാം അവസാനിച്ചെന്ന് തോന്നി. ഇനി മുന്നോട്ടൊരു ലൈഫില്ല. പട്ടിണിയാണ്, നിരാശയാണ്, ആത്മഹത്യയെ മുമ്പിൽ കാണുകയാണ്. ആമേൻ. എല്ലാം അവസാനിച്ചു. മായമ്മ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ്. ഇനി മുന്നോട്ട് ജീവിക്കാൻ നമുക്കൊരു അധ്യായമില്ല എന്ന് പറഞ്ഞിടത്ത് അർദ്ധരാത്രിയിൽ ബോവസ് ഞെട്ടി ഉണരുമ്പോൾ ഒരു പുതിയ ചാപ്റ്റർ അവിടെ ദൈവം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആയസിൽ ഒരിക്കലും അവൾ വിചാരിച്ചില്ല അവൾ ബോവസിന്റെ ഭാര്യയായി മാറുമെന്നോ വയലിന്റെ ഉടമസ്ഥയാകുമെന്നോ ചിന്തിക്കാതിരുന്ന രാത്രിയിലാണ് ദൈവം തമ്പുരാൻ ഞെട്ടി എഴുന്നേറ്റത്. എന്നോട് ഇന്നലെ രാത്രി ദൈവം പറഞ്ഞു, ഞെട്ടി എഴുന്നേക്കും ദൈവം നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മിണ്ടാതിരിക്കുന്ന ദൈവം മാത്രമല്ല, നമുക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ ചാടി എഴുന്നേക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ചരിത്രം മാറി, ചരിത്രം മാറി. ഇന്നും യേശുക്രിസ്തുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ വീട്ടിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ബോവസിന്റെ പാരമ്പര്യവും അദ്ദേഹവും ആമേൻ ഒരു വേശ്യ കുടുംബത്തിൽ പുത്രനായി ജനിച്ച പാരമ്പര്യമാണ് ബോവസിന് ഉള്ളത്. രൂത്തിന്റെ ആമേൻ പാരമ്പര്യവും അങ്ങനെയുള്ളതാണ്. എന്നാൽ പാരമ്പര്യങ്ങൾക്ക് അതീതമായി ആ വീട്ടിലെ 4ാം തലമുറയിൽ ദാവീദിന്റെ കുടുംബത്തിൽ യേശു ജനിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, എല്ലാവരും തള്ളിക്കളഞ്ഞ വീടിന്റെ അകത്താണ് ദൈവപുത്രൻ ജനിച്ചത്. സ്തോത്രം. പട്ടണത്തിലും ആമേ സ്തോത്രം നാട്ടിലും 4 പേരുടെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത ഒരു ഫാമിലി ഹിസ്റ്ററിയാണ് അവരുടെ ചരിത്രത്തിലുള്ളത്. അതിനെ തിരുത്തിക്കൊണ്ട് യേശു ദാവീദിന്റെ തലമുറയിൽ ജനിച്ചത്. സ്തോത്രം. ആമേൻ. രൂത്തിന്റെയും ബോവസിന്റെയും കുടുംബത്തിലാണ്. ചരിത്രം ദൈവം മാറ്റി. ഒരർദ്ധരാത്രി അവക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാന്റെ പ്രവൃത്തി നടക്കുമ്പോൾ അർദ്ധരാത്രി ലൂക്കോസ് 11:5 ഒരു നല്ല സ്നേഹിതനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ദ ഫ്രണ്ട് ഓഫ് ദ മിഡ് നൈറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതനുണ്ട്. അതാ യേശു പറഞ്ഞത്. എല്ലാ സ്നേഹിതന്മാരുടെ കൂട്ടല്ല അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. എല്ലാ ഡോറും പട്ടണത്തിലെ ഡോർ അടയുമ്പോൾ നിങ്ങൾക്ക് ഓടി വന്ന് കൊട്ടി വിളിക്കാൻ പറ്റിയ ആമേൻ ഒരു സ്നേഹിതനുണ്ട്.
ആ വീട്ടിൽ അർദ്ധരാത്രിയും വന്നു മുട്ടാം. ഹല്ലേലൂയ. ചിലപ്പോ ഇച്ചിരി നേരം മുട്ടിക്കൊണ്ടിരിക്കും വരും. പോകരുത്. കൺസിസ്റ്റന്റായി മുട്ടിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വിഷയത്തിൽ വിടുതലുണ്ട്. അതാ യേശു പറഞ്ഞത്. ആമേ സ്തോത്രം. ഒരു പക്ഷേ നെഗറ്റീവ് ആൻസർ നോ എന്ന് പറയുന്നത് ഈ മുറിക്കകത്ത് നിങ്ങളെ കേട്ടെന്നിരിക്കും. പക്ഷേ ഡോണ്ട് ഗോ ബാക്ക്, കീപ് നോക്കിംഗ് അറ്റ് ദ ഡോർ. നിങ്ങൾ പുറകോട്ട് പോകരുത്, നാണക്കേടാന്ന് വിചാരിക്കരുത്. ആമേ കിട്ടുന്നിടം വരെ മുട്ടണം, തുറക്കുന്നിടം വരെ മുട്ടണം, എഴുന്നേക്കുന്നിടം വരെ മുട്ടണം. ഹല്ലേലൂയ. അതാ പ്രാർത്ഥനയെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഭൂമിയിലെ നിങ്ങളുടെ അപ്പൻ സ്വന്തം മക്കൾക്ക് അയോഗ്യമായ അപ്പം കൊടുക്കത്തില്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എത്ര കരുണയുള്ളവരാണ്. മുട്ടിയാൽ ഒരു രാത്രി അർദ്ധരാത്രിയിൽ അവൻ എഴുന്നേക്കുമെന്നാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ലൈഫിൽ ദൈവം തമ്പുരാൻ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 20:7. ആമേൻ. ആ അർദ്ധരാത്രിയിൽ പാതിരാ വരെ യോഗം നീണ്ടു. സ്തോത്രം. പാതിരാ വരെ യോഗം നീണ്ടു. സ്തോത്രം. അവൻ പാതിരാ വരെ നീണ്ടതാരും അറിഞ്ഞില്ല. അവൻ മുകളിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ താഴെ വീണു. സ്തോത്രം. അപ്പൊ അർദ്ധരാത്രിയിൽ അവൻ മുകളിലത്തെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് അവൻ തീർന്നെന്ന് തോന്നിയതാണ്. എന്നാൽ അർദ്ധരാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ പ്രാണൻ അവന്റെ മേൽ വീണ്ടും വന്നു. ഹല്ലേലൂയ. തീർന്നെന്ന് തോന്നിയ വിഷയം വീണ്ടും പ്രാണൻ വരത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടന്നു. പൗലോസ് അവന്റെ മേൽ കൈവച്ചു. വീണു തഴി. കർത്താവേ പ്രസംഗിച്ചു. ഒരു മരണം നടത്തി ശവസംസ്കാരം നടത്തിയിട്ട് പോകരുത്, ഇവരെ കൊന്നിട്ട് പോയെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് ഇവന്റെ പ്രാണൻ ഇവന്റെ മേൽ തിരികെ വരണം. ഹല്ലേലൂയ. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മേൽ പ്രാണൻ ദൈവം തിരികെ അയച്ചു. ഹല്ലേലൂയ. നോക്കിയേ, എല്ലാത്തിന്റെയും കൺട്രോള് ദൈവത്തിന്റെ കയ്യിലാണ്. അർദ്ധരാത്രിയിൽ തീർന്നെന്ന് പറഞ്ഞ സമയത്ത് എല്ലാം അവസാനിച്ചു. ശവസംസ്കാരം നടക്കേണ്ടിയ ഇടത്ത് ദൈവം തമ്പുരാൻ അവന്റെ പ്രാണൻ അവന് മടക്കി കൊടുത്തു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവസാനിച്ചെന്ന് നമ്മൾ വിധി എഴുതിയിടത്ത് ദൈവം തമ്പുരാൻ ചില പ്രാണൻ മടക്കി തരുന്ന പോലെ ജീവൻ പകരും. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 11:4. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിൽ, ആമേൻ, അർദ്ധരാത്രിയിൽ ദൈവം പറയുകയാണ്, അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേക്കും. സ്തോത്രം. ആമേൻ. അതിന്റെ 11:59 വരെ ആമേൻ ഇസ്രായേൽ മക്കൾ they were under bondage. ആമേൻ. എന്നാൽ 12 മണിക്കോ അവരുടെ ബന്ധനം ഒഴിയുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതല് 11:59 വരെ പിശാച് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന വിഷയവും 12 മണിക്ക് ദൈവം എഴുന്നേക്കും. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നു? എന്റെ വിഷയത്തിന്റെ മുമ്പിൽ 11:59 ആവുമ്പോൾ ദൈവം നടക്കും. ഹല്ലേലൂയ. 400-അധികം വർഷങ്ങൾ അടിമത്തത്തിൽ കിടന്ന ജനത്തിനു വേണ്ടി 12 മണിയായപ്പോൾ ദൈവം തമ്പുരാൻ ഈജിപ്തിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുടിൽ തൊട്ട് കൊട്ടാരം വരെ വിടുതലിന്റെ സന്ദേശം. ആമേൻ. സ്തോത്രം. ഒരിടത്ത് നിലവിളി, അപ്പോൾ വേറെ കുടിലുകളിൽ ആമേൻ വിടുതൽ നടക്കുകയാണ്. സ്തോത്രം.
ആമേൻ നമ്മളെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വാക്തത്വങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കൈയും 11:59 ദൈവം തട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എത്ര പേര് അത് വിശ്വസിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ മുമ്പിൽ ദൈവം ഒരു പരിഹാരം. നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ, നിങ്ങൾ ഇടിവിധിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ 11:59 ദൈവം തമ്പുരാൻ നടക്കും. ഓ ഹല്ലേലൂയ. തീയുടെ നടുവിൽ നടക്കുന്നത് പോലെ നാലാമൻ ഇറങ്ങിയത് ചരിത്രമാണ്. സ്തോത്രം. 4th one. ആമേ സ്തോത്രം. 3 പേരെ തീയിലിട്ടപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. കോൺഫറൻസ് ഹാളിന്റെ നടുക്ക് ആമേ സ്തോത്രം വലിയ അയൺ ഫർണസിന്റെ അകത്ത് 7 മടങ്ങ് തീ അടിയിലൂടെ കൂട്ടി. ആമൻ ആ അയൺ ഫർണസ് തീ പോലെ ചുമന്ന് ഇരുന്നപ്പോഴാണ് ഈ ബാലന്മാരെ ഇട്ടത്. ആമേ ആളുകൾ ആയിരക്കണക്കിന് ഇവർ ചാരമാകുന്ന കാണാൻ നിൽക്കുമ്പോൾ രാജാവ് എഴുന്നേറ്റിട്ട് പറയാണ്, എനിക്ക് ദൈവത്തെ കുറിച്ച് അറിയത്തില്ല, പക്ഷേ തീയുടെ തേജസ്സിനേക്കാൾ വലിയ തേജസ്സുള്ള ഒരാളോ ഈ തീക്കകത്തുണ്ടോ. ഓ ഇന്ന് രാവിലെ എന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഏത് തീ വന്നാലും അതിനേക്കാൾ തേജസ്സുള്ള ഒരാള് ഈ രാവിലെ നാലോപരമായി നടക്കാൻ കഴിവുള്ളവർ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആ രാജാവിന് ദൈവത്തെ അറിയത്തില്ല, അയാൾക്ക് ദൈവത്തിന്റെ തേജസ് അറിയത്തില്ല. പക്ഷെ അയാളെ നഗ്നനേത്രം കൊണ്ട് അയാൾ കണ്ടു, ചെമ്പിന്റെ ആമെ ചുമന്നിരുന്നതിനേക്കാൾ തേജസ്സുള്ള ഒരാള് തീയുടെ നടുവില് ഐഡന്റിഫൈ ചെയ്യത്തക്കവണ്ണം നടക്കത്തക്കവണ്ണം ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാലാമന തീയുടെ നടുവിൽ 4th one. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. They didn't feel any heat എന്നാണ്. ആമേൻ. അവർക്ക് ചൂട് ഫീൽ ചെയ്തില്ല. You know why they didn't feel? ആമേൻ. Because of the presence of the 4th one. Hallelujah. ആമേൻ. തീക്ക് ചൂടില്ലാഞ്ഞുകൊണ്ടല്ല അവർക്ക് ഫീൽ ചെയ്യാഞ്ഞത്, നാലാമന്റെ സാന്നിധ്യം കൊണ്ടാണ് അവർക്ക് ചൂട് ഫീൽ ചെയ്യാഞ്ഞത്. ഇന്ന് രാവിലെ സഹോദരങ്ങളെ നമുക്ക് ചൂട് ഫീൽ ചെയ്യും, പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ അർദ്ധരാത്രിയിൽ നാലാമൻ ഇറങ്ങിയാൽ ഹല്ലേലൂയ അത് ഫീൽ ചെയ്യത്തില്ല. സ്തോത്രം. രാജാവ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറ്റി. രാജാവ് പറഞ്ഞു, ആ ദൈവമാണ് ദൈവം, തീക്കകത്ത് ഇറങ്ങാൻ കഴിയുന്ന ദൈവമാണ് ദൈവം. വേദപണ്ഡിതാക്കൾ വിശ്വസിക്കുന്നത് ആ BC ആമേൻ 606 യേശു ക്രിസ്തുവാണ് തീക്കകത്ത് ഇറങ്ങിയെന്ന് അവർ പറയുന്നത്. കന്യമറിയാമിന്റെ വയറ്റിൽ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് BC 606 വിശ്വസിച്ച ബാലന്മാർക്ക് വേണ്ടി ദൈവം തീക്കകത്ത് ഇറങ്ങിയെന്നാണ്. ഇന്ന് രാത്രി ദൈവത്തിന് രാവിലെ ഏത് തീക്കകത്ത് ഇറങ്ങാൻ കഴിയും. തീ ദൈവത്തിനൊരു തീയല്ല, നമുക്കാണ് തീ ഫീൽ ചെയ്യുന്നത്. അവൻ അതിന് തീക്ക് അധീനനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അതിന്റെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിയിൽ വിടുതൽ പകരാൻ ദൈവത്തിന് കഴിയും. സാംസണെ കുറിച്ച് പറയുന്നത്, പതിയിരിപ്പുകാര് 11:59 വരെ അവന്റെ പുറകെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, രാത്രി നമുക്ക് പതിയിരിക്കാം. ജഡ്ജസ് ചാപ്റ്റർ 16 പതിയിരിക്കാൻ, രാവിലെ പ്രഭാതത്തിൽ ഇവനെ കൊല്ലാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവൻ അർദ്ധരാത്രിയിൽ അവൻ എഴുന്നേറ്റു. വാതിലെ പറിച്ചെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് അവൻ പോയി. അവൻ ആയസ് വിചാരിച്ചില്ല, ആ 12 മണിക്കോ അവൻ എഴുന്നേക്കുമെന്ന്. ദൈവത്തിന് ഹല്ലേലൂയ. ഫെലിസ്ത്യര് മുഴുവനും പേടിച്ചുപോയി. അർദ്ധരാത്രിയിൽ ശിംശോന്റെ മേൽ ഒരമിത ബലം ദൈവം കൊടുത്തെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോഴും ദൈവം തമ്പുരാന് ഒരു 12 AM ഉണ്ട്. 11:59 ആമേൻ. നിങ്ങൾ തീർന്നു, ഓവർ എന്ന് പിശാച് നമ്മുടെ കാതിൽ പറയും. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചു പറയണം, നോ, there is a 12 AM. ഹല്ലേലൂയ. 11:59 കൊണ്ട് തീർന്നു
എന്ന് പറയുമ്പോൾ തീരത്തില്ല. എന്റെ മുമ്പിൽ ഒരു 12 മണി ദൈവം തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിടുതൽ ദൈവം പകരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അവസാനിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിയറ്റ്നാമില് ഒരു സുവിശേഷകൻ വർഷങ്ങൾക്ക് മുമ്പ് പോയി. വിയറ്റ്നാമിൽ ചില ജോലികളൊക്കെ ചെയ്യുമ്പോഴും സുവിശേഷകനാണെന്ന് അറിയാതെ അദ്ദേഹം രഹസ്യമായി സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ആളുകൾ കണ്ടുപിടിച്ചു താൻ ഒരു സുവിശേഷകനാണ്, ബൈബിളും കൊണ്ടാണ് വരുന്നത്. സ്തോത്രം. തന്നെ ജയിലിലിട്ടു. 2 കൊല്ലം ജയിലിലിട്ടു. അവസാനം താൻ തീരുമാനിച്ചു ക്രിസ്തുവിനെ തള്ളി പറയാം. ഒരു ദൈവശബ്ദമോ ഒരു ദൈവ സന്ദേശമോ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയോ ദൈവം പറയുന്നില്ല. ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നേക്കുമ്പോൾ ബാത്റൂം, ജയിലിൻ്റെ ടോയ്ലറ്റ് വാഷ് ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിന് രാവിലെ. അപ്പോൾ ഒരു ടോയ്ലറ്റിനകത്ത് ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഒരു പുസ്തകം താൻ നോക്കി. അത് ബൈബിളായിരുന്നു. ഏതോ ഒരു പട്ടാള ജനറൽ കിട്ടിയ ബൈബിൾ പൊതിഞ്ഞ് കളഞ്ഞതാണ് ടോയ്ലറ്റിനകത്ത്. അദ്ദേഹം നോക്കിയെടുത്ത് ആദ്യത്തെ പേജ് താൻ വായിച്ച് റോമാലേഖനം 8-ാം അധ്യായം 35. എല്ലാവരും എടുത്തല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതായത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ വിയറ്റ്നാം ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ഉറച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. സഹോദരങ്ങളെ, അർദ്ധരാത്രി പിശാച് നമ്മുടെ മുഖം വാടുന്ന കാണാൻ നിൽക്കുകയാണ്. എന്നാൽ വിടുതലിന്റെ പ്രഭാതം നമ്മുടെ വാതിക്കലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മണവാളന്റെ ആർപ്പുവിളി കേൾക്കുന്നതും അർദ്ധരാത്രിയിലാണ്. ഹല്ലേലൂയ. ഗ്ലോറി. മയങ്ങിയിരിക്കുന്നവർ കാണും, പക്ഷെ വിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്നോ അർദ്ധരാത്രിയിൽ മണവാളൻ വരും. ഹല്ലേലൂയ. കാലം മുമ്പിൽ അധികമില്ല. കാര്യങ്ങൾ ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് പറയാം, എന്റെ വിഷയത്തിന്റെ അർദ്ധരാത്രി, ഹല്ലേലൂയ, പ്രഭാതം ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. 11:59 is going to over. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈക്കൊന്ന് കൊടുത്ത് കൈ പിടിച്ച് പറയാം, ആമേൻ. 11:59 is over. 11:59 is over. 11:59 കഴിഞ്ഞു സഹോദര, 11:59 കഴിഞ്ഞു സഹോദരി എന്ന് വിശ്വസിച്ചോണ്ടെന്ന് പറ. എന്റെ ജീവിതത്തിലും 11:59 കഴിഞ്ഞു. 12 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ഗ്ലോറി 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 ഗ്ലോറി. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. ഗ്ലോറി 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 ഗ്ലോറി. ഉടാലാദാ വൈഡാലാദാ വൈദാ വൈദാ പ്രവനാദാലാ വൈഡാലീദാ. ഓ ഗ്ലോറി 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 ഗ്ലോറി. രാത്രി കഴിവാറായി. നീതി സൂര്യൻ ഞങ്ങൾക്ക് വേണ്ടി ആമേൻ ഉദിക്കാറായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നിന്റെ വാക്തത്വം ഞങ്ങളെ ജീവിപ്പിക്കണമേ. ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്തത്വം ഇന്ന് രാവിലെ 12 മണിയാകുമ്പോൾ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. മരണമൊഴി, മരണത്തിന്റെ ബെല്ല് അടിച്ചു മാറ്റി ജീവന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ